ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡിന്റെ ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, എത്ര ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ട്രേഡ് വിൻ ചെയ്തു, എന്തായിരുന്നു അതിന്റെ പുറകിലുണ്ടായിരുന്ന റീസൺ, ഞാൻ എടുക്കാനുണ്ടായിരുന്ന റീസൺ എന്തൊക്കെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ എടുത്തിട്ട് ട്രേഡ്സ് നോക്കാം. അതിന് മുമ്പ് എൻ്റെ വ്യൂസ് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വ്യൂ പറയുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയിട്ട് പോകും. അതുകൊണ്ട് കുറച്ച് ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ വീക്കിലിയിൽ ഒരു വ്യൂ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് ഡൗൺ സൈഡിലേക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻ്റെ റോങ് ആയിട്ടുണ്ടായിരുന്നു. വ്യൂ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ പോയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞാൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റുള്ള രീതിയിലായിരുന്നു ഈ വീക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഞാൻ ട്രേഡ് മാനേജ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു വീക്കിൽ FEG ഉണ്ട്, ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യാം. -FEG വീക്ക്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കുക. ഞാൻ ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേറെ റീസണും കൂടി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ലിക്വിഡിറ്റി സീപ്പെല്ലാം കിട്ടിയിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വരുന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ ഈ ഒരു ഇന്റേണലിൻ്റെ ഈ ഒരു എക്സ്റ്റേണലായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ഡ്രോൺ ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാറ്റിക്കൊടുക്കാം. ഓക്കെ, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പോവാം. എന്നിട്ട് മൺഡേയുടെ ക്യാൻഡിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആയിരുന്നു മൺഡേ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് കുറച്ച് മോശമാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലാപ്പിൻ്റെ തന്നെ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആ ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് മൺഡേ. നമുക്ക് ആ വ്യൂ ഒന്ന് നോക്കാം. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈ എന്താ പറയുക, ഈ ഒരു വീക്കിലിൻ്റെ ഒരു ഓപ്പൺ ടാപ്പിലേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പിന് ശേഷം ഒരു ഡൗൺ സൈഡിൽ ഒരു ഫാൾ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡൗൺ സൈഡിൽ ഒരു മൂവ്മെന്റ് ആയിരുന്നു. നമുക്ക് മൺഡേയിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് അപ്ഡേറ്റ് നോക്കാം. ഞാൻ മുമ്പേ 1 അവറിലേക്ക് പോവാം. മൺഡേ നോക്കുന്ന സമയത്ത് ഏഷ്യൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് അപ് സൈഡിലേക്ക് പോകാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1 അവറിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല. ഈ ഒരു ഏരിയയിൽ നമുക്ക് വീക്കിലി FEG ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഏതാണ് ബൈ സൈഡ് ലിക്വിഡിറ്റി? ഈ ഒരു ഓൾഡ് ഹൈ ആണ് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് എങ്ങനെയാണത് അവിടെ പ്ലേ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്ലേ നോക്കുന്ന സമയത്ത് ഏഷ്യൻ്റെ ഹൈ നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ഒരു ഓപ്പണിങ് നോക്കുകയാണെങ്കിൽ 20 to 00 ടൈമിംഗ് വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ലണ്ടനിലെല്ലാം പ്ലേ ചെയ്ത് ഇവിടെ ഒരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് പ്രൈസ് ഒരു ട്രാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റ് തന്നു. ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സിനെല്ലാം ഒരു ഇൻഡ്യൂസൻറ്റ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു മിറ്റിഗേഷൻ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് മിറ്റിഗേഷൻ ബ്ലോക്ക് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, ലേണിംഗ് സീരീസിൽ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഈ മിറ്റിഗേഷൻ ബ്ലോക്ക് ഞാൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ലോ ആയിരുന്നു MSS ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യൂ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഈ ഒരു തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും നമുക്ക് വരക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസിൽ നിന്നായിരുന്നു ഞാൻ ട്രേഡ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽസിലായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ ട്രേഡ് അപ്ഡേറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം. അതിനുശേഷം പ്രൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു റിട്രേസ്മെൻറ്റ് വന്ന ഒരു ഏരിയയിലായിരുന്നു ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ എൻട്രീസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കോഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ചെറിയ സമയത്ത് ഞാൻ ലേറ്റ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ട്രേഡും കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആകാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ എൻട്രീസും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ DXYയുടെ ചാർട്ടും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്.
ഞാൻ ഇവിടെ DXYയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ മൺഡേ ഓപ്പൺ ചെയ്യാം. മൺഡേയുടെ ലെവൽസിലേക്ക് നമുക്ക് പോവാം. തിങ്കളാഴ്ച നമുക്ക് ഒരു ലെവൽസിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ ഓക്കെ, നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ് DXYയും യൂറോ ഉള്ളത്. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ യൂറോ അപ്പ് സൈഡ് നോക്കുന്നത് DXY ഡൗൺ സൈഡിലേക്ക് പോവാം. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഏരിയ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും, നേരെ തിരിച്ച് ഉൾട്ടായിട്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ആകുന്നു. ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ വരെ എൻ്റെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് പോയി. ഈ ഒരു ഏരിയാസിൽ കണ്ടോ, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി, ഈ ഒരു ഗ്യാപ് ഡൗൺ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു മൺഡേ. ഈ ഒരു ഗ്യാപ് ഡൗൺ ലെവൽസിലേക്ക് പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ സെയിം ഈ ലെവൽസിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ലോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. SMT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, കാരണം തന്നെ ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് മൺഡേ അങ്ങനെയായിരുന്നു ഞാൻ ട്രേഡും കാര്യങ്ങളും എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു അപ്പ് സൈഡിലേക്ക് പോയി ഈ ഒരു ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്കും ഇവിടെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം എടുത്തതിന് ശേഷം പ്രൈസ് ന്യൂസിൻ്റെ ടൈം ഡൗൺ സൈഡിലേക്ക് ഒരു ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചൊവ്വാഴ്ച എങ്ങനെയാണ് പ്ലേ ചെയ്തിട്ടുള്ളത് നോക്കാം. ഞാൻ 1 ഹവറിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടല്ലേ. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് അതായത് ഈ ഒരു 1 ഹവർ FEG ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുള്ളത്. അതേപോലെ ഏഷ്യ ലെവൽസിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു റിയാക്ഷൻ എന്ന ഡൗൺ സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നത്, ഞാൻ ഇതിങ്ങനെ തന്നെ വെക്കാം, 1 ഹവർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ള ട്രേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹൈ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏഷ്യൻ്റെ എല്ലാം മുകളിലോട്ടേക്ക് പോയിട്ട് ഞാൻ ഈ ഒരു ഹൈ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടലാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാമെന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഏരിയാസിൽ പ്ലേ ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രൈസ് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. ഓക്കെ, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ പാറ്റേൺ, ഒരു എന്താ പറയുക, നമ്മുടെ ഫ്ലാഗ് പാറ്റേൺ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതേ ടൈം ഈ ഒരു ഏരിയയിൽ നമുക്ക് 1 ഹവർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഓർഡർ ബ്ലോക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത എന്താ പറയുക, ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് നോക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഒരു ചേഞ്ച് ഓഫ് ഡെലിവറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു ഏരിയയിലേക്ക് വന്നു, പ്രൈസ് ഒരു ബുള്ളിഷ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇവിടുത്തെ പ്രൈസ് നോക്കാം. ബുള്ളിഷ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. ഇവിടെയുള്ള ഫെയർ വാല്യൂ ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഇൻഡിക്കേഷൻ തന്നതിന് ശേഷം പ്രൈസ് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോയിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി 5 മിനിറ്റ്സിലേക്ക് നോക്കാം. വീണ്ടും ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ലൈനാണ്. അതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് കിട്ടി. ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് 2-3 കൺഫ്ലുവൻസും കൂടി ഞാൻ എടുത്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ഒരു ഓൾഡ് ലോ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം വന്നിട്ടുള്ളത്. ഓക്കെ, നല്ലൊരു ഷിഫ്റ്റ് ആയിരുന്നു. ഓക്കെ, ഒരു മിഡ് നൈറ്റിലും തന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ടായിരുന്നു ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം ഇതൊരു ലിക്വിഡിറ്റി ആണ്. അതേപോലെ തന്നെ ഡൗൺ സൈഡിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഞാനതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഈ ലിക്വിഡിറ്റി പോയിന്റ് ക്ലിയർ. അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ മിറ്റിഗേഷൻ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പ് സൈഡിലേക്ക് ഒരു ഹൈ ക്രിയേറ്റ് ആയി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു ഏരിയയിൽ നമുക്ക് തന്നു. ഞാൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ലോ നമുക്ക് MSS ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലോ MSS ആണ്, ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് ഈ ഏരിയയിൽ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ആ റിയാക്ഷൻ നോക്കാൻ വേണ്ടി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്ത് സഡൻ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെന്റം വന്നു. അപ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ഒരു സിംഗിളോ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റി എല്ലാം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു.
അപ്പം ഞാൻ നെക്സ്റ്റ് ലെവലിൽ ട്രേഡ് പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലായിരുന്നു ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഞാൻ അപ്പ് സൈഡിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ മുകളിലായിരുന്നു ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മിറ്റിഗേഷന് ഒരു ടിക്ക് മുകളിലായിട്ടായിരുന്നു ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ ഈ ഒരു ലെവലിലാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ടാർഗറ്റ് ഒരു 1:2 ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1:2 ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പ്രൈസ് അതിന് മുമ്പ് തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ലെവൽസിലെല്ലാം ഞാൻ എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു 1:1.5 എന്നുള്ള രീതിയിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതാണ്. ഓക്കെ, ഇതായിരുന്നു എനിക്കൊരു ട്രേഡ് ഉണ്ടായിരുന്നത്. ഇത് 1:2 ലെവൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1:1.5 ലെവലിൽ ഞാൻ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ഡേയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോ ആയിരുന്നു. പക്ഷേ ഈ ഒരു ലെവലിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു SMT ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു റീസൺ ഞാൻ എക്സിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ചിലപ്പോൾ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം സഡൻ ആയിട്ട് റിയാക്ഷൻ ആ സൈഡിലേക്ക് പോകാനുള്ള ഒരു പ്രോബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ എൻട്രീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 2 to അതായത് 2-നും 5-നും ഇടയ്ക്കുള്ള ന്യൂയോർക്ക് ടൈമിലായിരിക്കും ഞാൻ എൻട്രീസും കാര്യങ്ങളും പ്ലേസ് ചെയ്യുന്നുണ്ടാകും. ഇനി നമുക്ക് ബുധനാഴ്ച നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ലെന്ന് നോക്കാം. ഇവിടെയെല്ലാം ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് 1 ഹവറിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ 1 ഹവറിലേക്ക് പോയിട്ട് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരു ഏരിയാസിൽ നോക്കുന്ന സമയത്ത് 1 ഹവറിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടാണ് ഉള്ളത് അല്ലേ. ഈ ഒരു ഏരിയയിൽ ഒരു 1 ഹവറിൻ്റെ ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീക്ക്. ഞാൻ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ ഞാൻ എൻട്രി പ്ലേസ് ചെയ്തില്ലെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏഷ്യ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം 1 ഹവർ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു ഫേക്ക് ചോച്ചെല്ലാം തന്ന്, അതായത് ഫേക്ക് MSS എല്ലാം തന്ന് ഡൗൺ സൈഡിലേക്ക് ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ആയി. അതേപോലെ ഇവിടെ ഒരു 1 ഹവറിന്റെ FEG ഉണ്ടായിരുന്നു. ഇവിടെ തട്ടിയിട്ടായിരുന്നു പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മൊമെന്റം കണ്ടപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും അതേപോലെ ഏഷ്യന്റെ ലോയിലും സീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരു എൻട്രി പ്ലേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന്. പക്ഷെ എനിക്ക് എൻട്രീസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഡിസ്കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെന്റം തന്നു. ഈ ഒരു ഏരിയാസിലേക്ക് നോക്കുന്ന സമയത്ത് പ്രൈസ് ഈ ഒരു ഏരിയയിലുള്ള ഏഷ്യയുടെ ഹൈ ഒന്ന് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻട്രി എടുക്കുന്ന ടൈം വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ ഈ ഒരു ടൈം മുതൽ 2 മുതൽ ഒരു 5 വരെയാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയാസ് വരെ ഞാൻ ട്രേഡും കാര്യങ്ങളും നോക്കാറുള്ളൂ. അതിനുശേഷം 5, 6 7 2 മണിക്കൂർ വിൻഡോ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ന്യൂയോർക്കിൻ്റെ കിൽ സോൺ സ്റ്റാർട്ടാണ് 7 to 10 ആണ് നമ്മൾ ന്യൂയോർക്കിൻ്റെ കിൽ സോൺ ആയിട്ട് മാർക്ക് ചെയ്യാറുള്ളത്. അതിന് ശേഷം ഇവിടെ 1 ഹവറിൽ പ്ലേ ചെയ്തിട്ട് നോക്കാം. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻ്റ് ആണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏഷ്യൻ്റെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ഓപ്പൺ മിറ്റിഗേഷന് ശേഷം ഡൗൺ സൈഡിലേക്ക് ഒരു ഫാൾ തന്നേക്കായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീക്കിലിയിൽ ഒരു FEG ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈ സൈഡിൽ കൂടെ തന്നെ ഡൗൺ സൈഡിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഈ ഒരു ഏരിയാസിലൊന്നും ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എനിക്ക് ട്രേഡും കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാനുള്ള എൻട്രീസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലണ്ടൻ സെഷൻ എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഏരിയാസിൽ ട്രേഡോ കാര്യങ്ങളൊന്നും പ്ലേസ് ചെയ്യാറുമില്ല. അതിനുശേഷം നമുക്ക് NY നോക്കുന്ന സമയത്ത് NYയിൽ ഞാനൊരു ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NYയിൽ ഞാൻ മാക്സിമം ട്രേഡ് നോക്കാറില്ല. വെച്ചാൽ 10 വരെയാണ് ഞാൻ 10 AM വരെയാണ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ വരെയാണ് ഞാൻ ട്രേഡും കാര്യങ്ങളും നോക്കാറുള്ളത്. ഈ ഒരു ഏരിയയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി പ്ലേ ആയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഹൈ നോക്കലാണ് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് പ്രൈസ് വരുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു ഏരിയാസിൽ എനിക്കൊരു എന്താ പറയുക ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഒരു ഫാൾ കിട്ടിയേക്കാം. ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആക്കിയിട്ട് സഡൻ ആയിട്ട് ചിലപ്പോൾ ഡൗൺ സൈഡിലേക്ക് വന്നാലുള്ള ഒരു എക്സ്പെക്ടേഷനിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് കിട്ടിയപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഇവിടെയുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന്
ഈ ഒരു ഏരിയയിൽ എടുത്തിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. ഡൗൺ സൈഡിലേക്കായിരുന്നു ഞാൻ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ട്രേഡ് നോക്കി ഡൗൺ സൈഡിലേക്ക് ഹൈ, ഈ ഒരു ഹൈ ആയിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ, അതേപോലെ തന്നെ ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവലായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 1:2 കിട്ടിയാൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ട്രെയിൽ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഞാൻ എടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് അതേപോലെ തന്നെ USDയുടെ ADP നോൺ ഫാം പേറോൾ NFP ഉണ്ടായിരുന്നു. ആ ടൈം നോക്കുന്ന സമയത്ത് പ്രൈസ് ഞാനൊരു 5:40 ആവുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു എക്സിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാനിവിടെ ഒരു ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തു, ചെറിയൊരു പ്രോഫിറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ റിസ്ക് എടുക്കാനുള്ള രീതിയിൽ വെച്ചു. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഫാള് കിട്ടിയാൽ ബുക്ക് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് DXY ഒരു അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടും എന്നാണ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെഗറ്റീവ് കോറിലേഷൻ ആയിരുന്നു. ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു വന്നത്. DXY നല്ല രീതിയിൽ ഫാള് കിട്ടി. അപ്പം തന്നെ യൂറോ അറിയാലോ, അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം വന്നു. ഞാൻ ന്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നെഗറ്റീവാണെന്ന് മനസ്സിലാക്കി. ഞാൻ ഈ ഒരു ഏരിയയിൽ ട്രേഡ് കട്ടാക്കിയിട്ടുണ്ടായി. അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നതാണ്. ഈ ഒരു ഏരിയയിൽ ഞാൻ പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു ലോസ്, എനിക്കൊരു 0.5 റിസ്ക് എടുക്കുന്നത്. 0.5 ആണ് ഞാൻ റിസ്ക് എടുക്കുന്നത്. അതിലും ചെറിയൊരു റിസ്ക് മാത്രമേ എനിക്ക് ഈ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു എനിക്ക് SL ട്രേഡ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് വെനസ്ഡേ. അതിനുശേഷം ഞാൻ വ്യാഴാഴ്ച നോക്കുന്ന സമയത്ത് എനിക്ക് ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് എനിക്ക് വ്യൂ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീക്കിലി FEGയുടെ കണ്ടോ ഈ ഒരു റാലി കിട്ടി. അതേപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രേഡിലേക്ക്, അതായത് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടി എടുക്കാനുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് ഞാൻ അവോയ്ഡ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏഷ്യയുടെ ഹൈ സ്വീപ്പ് ചെയ്ത സമയത്ത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട്. ഒരു ചോപ്പി ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരുന്നു അല്ലേ, വളരെ ചോപ്പിയുള്ളൊരു മാർക്കറ്റ് ആയിരുന്നു. ബാങ്ക് ഹോൾഡിങ് കൂടെ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ വളരെ ചോപ്പിയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നമുക്ക് നോക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ഏഷ്യ പ്ലേ ചെയ്തതിൽ അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ട്രേഡ് എടുത്തത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് 1 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കാം. ഞാൻ 1 hour ബേസിലാണ് ട്രേഡ് എടുക്കാറുള്ളത്. ഓക്കെ, ഓൾറെഡി പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു ഏരിയയിലുള്ള ഒരു എന്താ പറയുക ചെറിയ രീതിയിലുള്ള FEGയും കാര്യങ്ങളെല്ലാം ടാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റിൽ കുറച്ചും കൂടി റിട്രേസ്മെന്റ് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് ഞാൻ പ്രൈസ് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ളൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി, ഈ ഒരു സ്വിംഗിലോ നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ ഞാൻ പ്രൈസ് വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയുള്ള ഒരു മൂവ്മെൻറ്റും ചോപ്പി ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഒരു ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി റണ്ണാണ് അപ്പ് സൈഡിലേക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ ഒരു സെറ്റപ്പ് പ്രകാരം എനിക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസിൽ നോക്കുന്ന സമയത്ത് അപ്പ് സൈഡിൽ ഏഷ്യൻ്റെ ഹൈ വന്നിട്ട് സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സ്വിംഗ് ലോ ഉണ്ട്. സ്വിംഗ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊരു MSS ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ലോ. അതേപോലെ ഞാൻ ഇവിടെയുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന്, ഈ ഒരു ലോന്റെ താഴെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നായിരുന്നു എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ഞാൻ ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഓപ്പൺ ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏഷ്യൻ്റെ എല്ലാം ലോ ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം നല്ല രീതിയിൽ ലിക്വിഡിറ്റിയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരു ഫാൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് പ്രൈസ് ഈ ഒരു ഏരിയയിൽ റിയാക്ട് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സെറ്റപ്പ് തന്നു. അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് എന്താ പറയുക ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പെല്ലാം ടാപ്പ് ചെയ്തു. അതിനുശേഷം ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതൊന്നും കെയർ ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് വരുന്നുള്ള ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു ഡൗട്ട് വന്നു. ഓൾറെഡി ഇവിടെയുള്ള ലിക്വിഡിറ്റിയും കൂടി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനൊരു കൺഫർമേഷൻ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സെറ്റപ്പിൽ ഏഷ്യൻ ഹൈ സ്വീപ്പ് ചെയ്തൊരു ഷിഫ്റ്റ് കിട്ടിയ ഡൗൺ സൈഡിലേക്ക് പോകുന്നുള്ള എക്സ്പെക്ടേഷൻ ആണ്. പിന്നെ മാർക്കറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോലും പ്രെഡിക്റ്റ് അല്ല, ഒരു പ്രോബിലിറ്റി ബേസ്ഡ് ആണ് മൂവ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു കൺസോൾട്ടേഷൻ തന്നു. അപ്പ് സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അതിനുശേഷം വളരെ ചോപ്പിയായിട്ടാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ വേറെ ട്രേഡോ കാര്യങ്ങളോ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് ഒരു NFP ഉണ്ടായിരുന്നു USDയുടെ, ഒരു നല്ലൊരു വോളറ്റിലിറ്റി തന്നു. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ എല്ലാം സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ഹണ്ട് ചെയ്ത് ഒരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ദിവസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ട്രേഡോ കാര്യങ്ങൾ ഞാനൊന്നും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു എൻ്റെ വീക്കിലെ പ്ലേ ഉണ്ടായിരുന്നത്. നമുക്ക് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. എനിക്ക് വെള്ളിയാഴ്ച നോക്കുന്ന സമയത്ത് ഒരു ഫുൾ ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 0.5% റിസ്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ എക്സ്പെക്റ്റേഷൻ പോലെ പ്രൈസോ കാര്യങ്ങൾ ഈ ബൈ സൈഡിൽ കൊടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ബൈ സൈഡിൽ കുടിച്ച് ശേഷമായിരുന്നു ഞാൻ ട്രേഡ് എടുക്കേണ്ടത്. ഒരു അഗ്രസീവ് മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഏരിയയിൽ എനിക്ക് നല്ല രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് തന്നെ ഒരു സെറ്റപ്പിൽ ഞാൻ ട്രേഡ് എടുത്തു. ഓക്കെ, ഇവിടെ എനിക്കൊരു 0.5-ലും താഴെയുള്ള ഒരു ലോസ് ആണ് ക്രിയേറ്റ് ചെയ്ത്. നമുക്ക് എന്നാലും ഇതൊരു ലോസ് ആയിട്ട് കൂട്ടാം. 2 ലോസ് എനിക്ക് വന്നിട്ടുണ്ട്. ഒന്ന് വെള്ളിയാഴ്ച ലോസ് വന്നു, വ്യാഴാഴ്ച ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബാങ്ക് ഹോൾഡിലാണ്ട് ചോപ്പി ആയിരുന്നു. അതേപോലെ എനിക്ക് ബുധനാഴ്ച ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 എന്നുള്ള രീതിയിലായിരുന്നു ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായത്. ഇവിടെ ഒരു 1:2 എന്നുള്ള രീതിയിൽ എനിക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കലാണെങ്കിൽ മൊത്തത്തിൽ 4 ട്രേഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് വീക്കിലി. 2 ട്രേഡ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ 2 ട്രേഡ് ലോസ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പ്രോഫിറ്റിലാണ് ഈ വീക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ വീക്കും അതിൻ്റെ അപ്പുറത്തെ വീക്കും നമ്മൾ വീക്കിലി പ്രോഫിറ്റ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ എൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ട്രേഡ് മാത്രമാണ് ഞാൻ നോക്കാറുള്ളത്. വേറെ സെറ്റപ്പ് എത്ര വലിയ സെറ്റപ്പ് കിട്ടിയാലും ഞാൻ ട്രേഡ് എടുക്കാറില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഞാൻ ഭാവിയിൽ ചേഞ്ചസും കാര്യങ്ങളും വരുത്തും. ഓൾറെഡി എൻ്റെ സൈക്കോളജി ഒന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എടുത്ത ട്രേഡ് എല്ലാം നമുക്ക് ഡിസ്കോഡിൽ എങ്ങനെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് നോക്കാം. വേറെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് മൺഡേ എടുത്ത ട്രേഡ് ആയിരുന്നു. ഞാനിവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ഈ ഒരു എക്സ്പെക്ടേഷൻ മിറ്റിഗേഷൻ ബ്ലോക്ക് കണ്ടോ, ഈ ഒരു ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിലുള്ള 50 മിനിറ്റ്സ് FEGയിലായിരുന്നു ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈയിലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് കയറി വന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു SL എബോവ് ദ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിവേഴ്സൽ കാണിച്ചു. ആ ഏരിയസിൽ നിന്ന് ഡൗൺ സൈഡിലേക്ക് വന്നു. കണ്ടോ, ഈ ഒരു ഏരിയസിൽ നിന്ന് ഡൗൺ സൈഡ് വന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞ SL ബ്രേക്ക് ഈവൻ ആക്കാൻ പറഞ്ഞു. അതിനുശേഷം പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു. പ്രൈസ് ഞാനപ്പം തന്നെ പറഞ്ഞു എക്സിറ്റഡ് ഫുൾ ക്വാണ്ടിറ്റി പറഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു SMT ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ DXYയുടെ ചാർട്ട് കാണാൻ പറ്റും. ഒരു എന്താ പറയുക, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തില്ല, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ടായിരുന്നു ഫസ്റ്റ് ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ ഉണ്ടായിരുന്നത്. നമ്മളൊരു പ്രോഫിറ്റിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചൊവ്വാഴ്ചത്തെ ട്രേഡ് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് തന്നെ 1 hour OB ടച്ച് ചെയ്തു, MSS കിട്ടി, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി, ഡൗൺ സൈഡിലേക്ക് വന്നു. ഈ ഒരു ഏരിയാസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എക്സിറ്റ് ചെയ്തത് 1:1.5 എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ഈ ഒരു ട്രേഡായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടോ. അതിനുശേഷം പ്രൈസ് ഇവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലേക്ക് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ഇവിടെ ഒരു MSS മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈ നമ്മുടെ എന്താ പറയുക ലഞ്ചിൻ്റെ ടൈം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഈ ഒരു ബ്രേക്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാനായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഞാൻ ന്യൂസ് ഉണ്ട്, USDയുടെ ADP നോൺ ഫാം പേറോള് ഒരു ന്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക്ഡ് വെയിറ്റ് സം ലിറ്റിൽ റിസ്ക്ഡ് എക്സിറ്റഡ് സ്മോൾ ലോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് ഇവിടെ ഈ ഒരു ഏരിയ എന്നാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വ്യാഴാഴ്ച ട്രേഡും കാര്യങ്ങളൊന്നും എടുത്തില്ല, നോ ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, അതായത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിവിടെ നോക്കുന്ന സമയത്ത് അതേപോലെ തന്നെ വെള്ളിയാഴ്ച നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഏഷ്യൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ഒരു MSS കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ക്ലീൻ ചാർട്ടായിട്ട് കാണാൻ കാരണം വെച്ചാൽ നേരത്തെ ഒരു ക്ലീൻ ചാർട്ട് അല്ലായിരുന്നു മൺഡേ കണ്ടിട്ടുള്ള ചാർട്ട്, ഫ്രൈഡേ കണ്ടിട്ടുള്ള ചാർട്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് FXCMൻ്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 2 ലിക്വിഡിറ്റി പോവേണ്ട ചാർട്ട് അവൈലബിൾ ആണ്, OANDയും FXCMും. ഞാൻ ഈ ഒരു FXCMൻ്റെ ചാർട്ട് നോക്കിയാൽ കുറച്ചും കൂടി പിക്ചർ ക്ലിയർ ആയതുകൊണ്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ഞാൻ എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രോക്കറിലും സെയിം ഈ ഒരു രീതിയിലുള്ള പ്ലേ ആയിരുന്നു കണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ എൻട്രി എടുത്തു. വേറൊരു പുള്ളി അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ എടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഞാനിവിടെ സെല് ചെയ്യുമ്പോൾ പുള്ളി ബൈ ചെയ്യാനുള്ള രീതിയിൽ ട്രേഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പ്രൈസ് ടാപ്പ് ചെയ്ത് ഒരു റിയാക്ഷൻ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടി. കുറച്ച് സമയത്തിന് ശേഷം അപ്പ് സൈഡിലേക്ക് പ്രൈസ് പോയിട്ട് സ്വീപ്പ് ചെയ്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ SLD എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീക്കിലി നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് ട്രേഡും 2 ടാർഗറ്റ് ട്രേഡുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
ഒരു ഡേ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ആവറേജ് ഞാൻ പ്രോഫിറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഇടാൻ പറ്റുന്നതാണ്, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെ മാത്രം ട്രേഡല്ല, എല്ലാവരെയും ട്രേഡ്സും കാര്യങ്ങളും ഇട്ടിട്ട് നമുക്ക് ഈ ഡിസ്കോഡ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിലാണ് ഈ ഡിസ്കോഡ് മുന്നോട്ട് പോകുന്നത്. ഡൗട്ടും കാര്യം ക്ലിയർ ചെയ്യാനും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഈ ഡിസ്കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫ്രൈഡേയിൽ ഒന്ന് പ്ലേ നോക്കാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു, വോളറ്റൈലാണ്. ഇതായിരുന്നു എൻ്റെ വീക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.